അതൊക്കെ ഉണ്ടാവും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടില്ല. വിലക്കിയത് എന്താണ്? ഇലാമ മത്താന ബിഹി അസ്വാജ മിൻഹും, അവരിൽ പലർക്കും നാം ആസ്വദിപ്പിച്ചതായ അനുഭവമാക്കിയതായ കാര്യങ്ങളിലേക്ക് ലാ തമുദ്ദന്നൈനൈക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ കണ്ണുകൾ കൊണ്ടുള്ള ഈ ലാ തമുദ്ദന്ന, അതാണ് പാടില്ലാത്തത്. കാരണം അതിൽ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായി? പിന്നെ ദുനിയാവിൻ്റെ ആളുകളായി മാറി. പിന്നെ അത് കിട്ടാനുള്ള ആർത്തിക്കാരായി. പിന്നെ അത് കൊടുത്തവരോടുള്ള അസൂയകളുമായി. പിന്നെ അത് കിട്ടിയ ആളുകൾക്ക് ഉണ്ടായ അലംഭാവങ്ങൾ, അശ്രദ്ധ, അതേപോലെ തന്നെ പിന്നെ ദുനിയാവിനോടുള്ള പ്രേമം, ചിന്ത, അതൊക്കെയായി പരലോകം മറക്കുന്ന അവസ്ഥയായി. അതാണ് ഇവിടെ പറയുന്നത്. വലാത്ത മുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅ്നാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തി ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതൊക്കെ ദുനിയവിയായ അലങ്കാരമായിട്ടാണ്. അത് നൽകിയതിനാൽ എന്താ ഉണ്ടായത് പറഞ്ഞാൽ ലിനഫ്തിനഹും ഫീഹി എന്നാണ്, അവരെ അതിൽ പരീക്ഷിക്കുകയാണ് ഉണ്ടായത്, ഫിത്നയിൽ അകപ്പെടുത്തുകയാണ് ഉണ്ടായത്. അത് കിട്ടിയവർ ഫിത്നയിൽ അകപ്പെട്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ പാണ്ഡുരോഗിൻ്റെയും അതേപോലെ കഷണ്ടിക്കാരൻ്റെയും അതേപോലെ തന്നെ ബ്ലൈൻഡിൻ്റെയും കഥ പറഞ്ഞില്ലേ. ധാരാളം സ്വത്തുക്കൾ കിട്ടി. കഷണ്ടിക്കാരന് കൊടുത്തത് പശുവായിരുന്നു. മാടുവർഗം പെറ്റുപെരുകി ധാരാളമായി. പാണ്ഡുരോഗി കൊടുത്തത് ഒട്ടകമായിരുന്നു. ഒട്ടകങ്ങൾ പെറ്റുപെരുകി ധാരാളമായി. ഒരു താഴ്വാരം നിറച്ച ഒട്ടകങ്ങൾ, മാടുകൾ. പിന്നെ ഒരാൾ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഒരൊട്ടകത്തെ തരുമോ? അത് ഞാൻ യാത്രയിൽ വഴി പിന്നെ യാത്രാവിഭാഗം നഷ്ടപ്പെട്ട് പാതയം കഴിഞ്ഞ് എൻ്റെ നാട്ടിലേക്ക് എത്താൻ ഒരു ഒട്ടകത്തെ തരുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ പറയാണ്, അൽ ഹുഖൂഖു കസീറ, ധാരാളം ഹക്കുള്ള ഒരാളാണ് ഞാൻ, എനിക്കൊരൊട്ടകത്തെ തരാൻ പറ്റില്ല. ഒരു ലോകം ഈ ഒട്ടകമുള്ള ആളാണ് പറയണത്. അൽ ഹുഖൂഖു കസീറ, കുറേ ബാധ്യതകളുള്ള ആളാണ്. ഒരൊട്ടകത്തെ തരാൻ വലിയ പ്രശ്നമാണ്. ഇത് വാറസ്തു കാബിറൻ അൻ കാബിരിൻ, ഈ ഒട്ടകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് പെട്ടെന്ന് ഉണ്ടായതല്ല. പിന്നെ വല്യാപ്പന്മാരുടെ വലിയ തലമുറകളിൽ നിന്ന് കൈമാറ്റം ചെയ്ത് കിട്ടിയ ഒട്ടകമാണിത് എന്നാണ് പറഞ്ഞത്. പഠിച്ചവൻ നില കൊടുത്താണിത്. അതാണ് ഉണ്ടായത്. നഫ്തിനഹും ഫീഹി. അല്ലാഹു പറയാണ് വരിസ്ഖു റബ്ബിക ഖൈറുൻ വ അബ്ഖ. എന്താ വരിസ്ഖു റബ്ബിക്? റിസ്ക് എന്താ? റിസ്ക് അതാ ആണ്, അള്ളാഹുവിൻ്റെ ഔദാര്യാണ് റിസ്ക്. വരിസ്ഖു റബ്ബിക്, താങ്കളുടെ റബ്ബിൻ്റെ റിസ്ക്കാകുന്നു ഖൈറുൻ, വിശിഷ്ടവും, വ അബ്ഖ, നിലച്ചു പോകാത്തതും ശേഷിക്കുന്നതും. റിസ്ക് എന്ന് പറഞ്ഞാൽ അതാ ആണ്. റസ്ഖ് എന്ന് പറയും. രണ്ടെണ്ണം ഉണ്ട്, രണ്ട് രീതിയിലുണ്ട്. ഒന്ന് അത് ബാഹിറാണ്, മറ്റൊന്ന് ബാത്തിനാണ്. ബാത്തിനായ റിസ്ക്കുണ്ട്, ബാഹിറായ റിസ്ക്കുണ്ട്. ബാഹിറായ റിസ്ക്കാണ് നമ്മൾ തിന്നണ ഖുദ്സ്. എന്താ ഖുദ്സ്? അന്നം, ഭക്ഷണം. ഇത് ബാത്തിനായ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈമാന്, അതേപോലെ തന്നെ ഇൽമ്, ഇതൊക്കെയാണ് അറിവ്. ഇതൊക്കെയാണ് ബാത്തിനായ റിസ്ക്. നമുക്ക് രണ്ട് റിസ്ക് വേണം. നമ്മളെ ആത്മാവിനുള്ള ഭക്ഷണം വേണം, റിസ്ക് വേണം. അതാണിത്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം വേണം, അതാണിത്. നമ്മൾ ചോറും കഞ്ഞിയൊക്കെയാണ് ഇത് ബാഹിറായ റിസ്ക്. ബാത്തിനായ റിസ്ക് ഈമാനും അതേപോലെ ജ്ഞാനമൊക്കെയാണ്, അറിവൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസ്സാഖാണ്, അള്ളാഹു റാസിഖാണ്. അള്ളാഹു നൽകുന്ന റിസ്ക് രണ്ടും ഉണ്ട്. ശരീരങ്ങൾക്ക് കൂത്തുമുണ്ട്, ഭക്ഷണമുണ്ട്, അന്നമുണ്ട്. ആത്മാക്കൾക്ക് ഈമാനും ഇൽമും ഉണ്ട്. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന റിസ്ക്കാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വർസുഖ്നാ വ അൻത ഖൈറുർ റാസിഖീൻ. ആരുടെ ദുആണ്? വർസുഖ്നാ വ അൻത ഖൈറുർ റാസിഖീൻ. വഇദ് ഖാല ഈസ ഇബ്നു മറിയമ അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാ തകൂൻ ലനാ ഈദൻ ലിഅവ്വലിനാ വ ആഖിരിനാ വ ആയതൻ മിൻക വർസുഖ്നാ വ അൻത ഖൈറുർ റാസിഖീൻ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്താണ്, ആകാശത്തിൽ നിന്ന് മാഇദ ഇറക്കി തരാൻ പറഞ്ഞിട്ട് വർസുഖ്നാ, നീ ഞങ്ങൾക്ക് റിസ്ക് നൽകണമേ, വ അൻത ഖൈറുർ റാസിഖീൻ, റിസ്ക് കേൾക്കുന്നവരിൽ നീയാണ് ഉത്തമൻ. അള്ളാഹു നൽകുന്ന റിസ്കിൽ നമ്മൾ തഫ്സീറുകളിലും ഹദീസിൻ്റെ ഷറഹുകളിലും അഖീദ കിതാബുകളിലൊക്കെ അള്ളാഹു നൽകുന്ന റിസ്ക്, അതിന് രണ്ട് വിഷയമുണ്ട്. ഒന്ന് ബാഹിറായിട്ട് നൽകുന്ന റിസ്ക്, മറ്റൊന്ന് ബാത്തിനായി നൽകുന്ന റിസ്ക്. ബാഹിറായ റിസ്ക് നമുക്ക് ശരീരങ്ങൾക്ക് വേണ്ട ഭക്ഷണമാണ്. ബാത്തിനായി നൽകുന്ന റിസ്ക് നമുക്ക് ആത്മാവിന് വേണ്ട ഭക്ഷണമാണ്. ആത്മാവിന് വേണ്ട ഭക്ഷണം എന്തൊക്കെയാണ്? ഈമാനും വിജ്ഞാനവുമാണ്. വരിസ്ഖു റബ്ബിക്, നിൻ്റെ റബ്ബ് നൽകുന്ന റിസ്ക് ഖൈറുൻ, അത് ഉത്തമവും, വ അബ്ഖ, എന്നെന്നും ശേഷിക്കുന്നതുമാണ്.
ഇവിടെ റിസ്കു റബ്ബിക് അത് ഖൈറുൻ വാബിഖ എന്ന് പറയുമ്പോൾ ഏത് റിസ്ക്കാണ് എന്നതിൽ ബാത്തിനായ റിസ്ക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് പരലോകത്തിൽ നൽകുന്ന റിസ്ക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ റിസ്ക് നൽകും അല്ലേ. സ്വർഗീയ റിസ്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഖൈറുൻ ഏറ്റവും ഉത്തമമാണ്, വാബിഖ നിലക്കാതെ മുറിഞ്ഞു പോകാത്ത നിലനിൽക്കുന്നതായ റിസ്ക്കുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത് പിന്നെ സ്വർഗത്തിലെ റിസ്ക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബാത്തിനായ റിസ്ക്കാണ് എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല കുല്ലി പിന്നെ ഇവിടെ പറയുന്നത് ഈ ദുന്യവിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കൊക്കെ എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതിലേക്ക് കണ്ണ് നട്ട് കാലം കഴിയാതെ പടച്ചോൻ്റെ റിസ്ക് ഉണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്വർഗീയാനുഗ്രഹങ്ങളാണ്. അതിൽ പ്രതീക്ഷ പുലർത്തിയിട്ട് ഇവിടെ ജീവിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നതായ വസിയ്യത്ത് ഇത് നമുക്കൊക്കെയുള്ള വസിയ്യത്ത് തന്നെയാണ്. നമുക്കൊക്കെയുള്ള വസിയ്യത്ത് തന്നെയാണ്.